തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ നവജാത ശിശു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ രഞ്ജന ആർ കൃഷ്ണൻ രംഗത്ത് വന്നു. ഡോക്ടർ ബിന്ദു സുന്ദറിൽ നിന്ന് തുടക്കം മുതൽ തന്നെ മോശം പെരുമാറ്റമുണ്ടായി. സിസേറിയന് കൊണ്ടുപോകുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നെന്നും രഞ്ജന ആർ കൃഷ്ണൻ 24-നോട്. ഈ ഡോക്ടർ തന്നെയാണ് കാണിച്ചത്. പിന്നെ ഈ ഡോക്ടറുടെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തോട് സംശയങ്ങളൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരയ്ക്ക് എന്തോ പോലെയാണ് തിരിച്ചൊരു മറുപടി, ഒരു പ്രോപ്പർ മറുപടി ആയിരിക്കില്ല പറയുന്നത്. കാരണം പുള്ളിക്കാരത്തിൽ ഡെയിലി ഒരു 10-100 ഡെലിവറി എടുക്കുന്ന ഒരു കേസോ ഗർഭിണികളെ കാണുന്നവരായിരിക്കും. പക്ഷെ നമുക്കത് ആദ്യമായിട്ട് ഒന്നാണ്. അപ്പോൾ ഓരോ മെഡിക്കൽ വേർഡ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പല മെഡിക്കൽ വേർഡുകളും. നമ്മളത് സംശയം ചോദിക്കുമ്പോൾ അത് അവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം. 12 മണിക്ക് സിസേറിയൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. രണ്ട് കാലം ശേഷമാണ് ഈ സിസേറിയൻ കൊണ്ടുപോയത് പോലും. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മേഘന, വിവരങ്ങൾ. SKN നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗുരുതര ചികിത്സാ പിഴവ്, അതിൽ പിഴവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ ബോർഡിന്റെ അടക്കം റിപ്പോർട്ടും പുറത്തു വന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും കേൾക്കാൻ, അല്ലെങ്കിൽ അത് അനുഭവിച്ചറിഞ്ഞ രഞ്ജനയുടെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും കേൾക്കാൻ കാത്തിരുന്നത്. അങ്ങനെ രഞ്ജനയുടെ മണലിയിലെ വീട്ടിലെത്തിയാണ് രഞ്ജനയുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. അതിൽ പ്രധാനമായും പറയുന്നത് തന്റെ അനുഭവങ്ങൾ, ആ 11 മണിക്കൂർ താൻ അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്നു. അതിൽ ഈ സിസേറിയൻ നടത്താൻ ഏറെ കാലതാമസം ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. 11 മണിക്കൂറിലധികം വൈകിപ്പിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു കുടുംബത്തിന്റെ പരാതി. അതേ രീതിയിൽ തന്നെയാണ് രഞ്ജനയും പറയുന്നത്. അതിൽ ഏറെ കാലതാമസം ഉണ്ടായി. അതുപോലെ തന്നെ കുഞ്ഞിനെ, ഈ സിസേറിയന് ശേഷം കുഞ്ഞിനെ തോളിൽ തട്ടിയതായി തനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ കുഞ്ഞ് കരഞ്ഞില്ല എന്നുള്ളൊരു അനുഭവമാണ് രഞ്ജന അമ്മ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ വേദന അനുഭവിച്ച സമയത്തും താൻ ഡോക്ടർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ അത്തരമൊരു സഹകരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഡോക്ടർ ബിന്ദു സുന്ദർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. പക്ഷേ അത് പോരാ, ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഈ യുവതി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ 9 മാസവും ഗർഭകാലയളവിൽ ഉടനീളം മോശം അനുഭവം ഉണ്ടായി. അതിൽ സാധാരണക്കാരായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതിയാണ്. അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ബന്ധുക്കളെയോ യുവതിയോ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഈ ഡോക്ടർ ബിന്ദു സുന്ദർ ചെയ്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്തിരുന്നെങ്കിൽ പോലും തന്റെ കുട്ടി രക്ഷപ്പെട്ടേനെ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ മറ്റ് കാരണങ്ങളൊന്നും, അതായത് ഈ ബിന്ദു സുന്ദറിനെതിരെ മുന്നേയും കേസുകൾ ഉണ്ടായിട്ടുണ്ട്, മുന്നേയും ചികിത്സാ പിഴവ് പരാതികൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ തന്റെ കുഞ്ഞിന് ഈ ഗതി വരില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ യുവതി പറയുകയും ചെയ്യുന്നത്. അതിൽ ഈ ചികിത്സാ വിവരങ്ങൾ അറിയിച്ചില്ല. അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ തല വലുതായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഡോക്ടർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മരണകാരണം എന്നുള്ളത്. പക്ഷേ അത് ഈ കഴിഞ്ഞ ദിവസം തലേദിവസം നടത്തിയിരുന്ന എക്സ്റേയിലടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ഈ അമ്മ പറയുന്നുണ്ട്. അവർ ഇപ്പോഴും ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായും ഒക്കെ വലിയ ബുദ്ധിമുട്ടിൽ കഴിയുകയാണ്. പക്ഷേ അവർ അതിജീവിക്കും, ഇതിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. കൂടാതെ ഇനിയൊരിക്കലും നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിലേക്ക് പോകില്ല. അത്രയും മോശം അനുഭവമാണ് ഈ ആശുപത്രിയിൽ നിന്നുണ്ടായത് നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ അത് ഈ ഡോക്ടറുടെ ഒരു പിഴവ് കൊണ്ട് മൂലം, ഈ സിസേറിയന് കാലതാമസം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ഒരു മരണമുണ്ടായത്. അതുപോലെ തന്നെ തന്റെ ജീവനും അപകടത്തിലേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും വലിയ വിമർശനം ഈ രഞ്ജന ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യവകുപ്പിന്റെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ളത്. ഇത് വെറും പരാതി മാത്രമല്ല, ചികിത്സാ പിഴവാണ് എന്നുള്ള കാര്യം സമ്മതിച്ചു കഴിഞ്ഞു. അതിനുശേഷവും ആരോഗ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. ആരോഗ്യമന്ത്രിക്ക് ഒന്ന് വിളിക്കാമായിരുന്നു എന്നുള്ളൊരു പരിഭവമാണ് രഞ്ജന പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ താൻ അത് ആഗ്രഹിക്കുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ തന്റെ കുഞ്ഞിന് നീതി ലഭിക്കണം. ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു, ഇനി ടെർമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ് രഞ്ജന പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.